ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ വാർത്തയല്ല, മറിച്ച് കടൽ കടന്നൊരു വമ്പൻ വിജയമാണ്. വിയറ്റ്നാമിനും തായ്ലാന്റിനും സാധിക്കാത്തത് ഭാരതം നേടിയിരിക്കുന്നു. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കും കയറ്റുമതിക്കാർക്കും ഇനി അമേരിക്കൻ വിപണിയിൽ രാജകീയ വരവേൽപ്പ്. അധികം ബിൽഡപ്പില്ലാതെ എന്താണ് സംഭവം എന്ന് പറയാം. യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിന് പിന്നാലെ ഇതാ അമേരിക്കയുമായി കൈകോർക്കുകയാണ് ഇന്ത്യ അല്ലെങ്കിൽ മോദി സർക്കാർ. ഇതിന്റെ ഫലമെന്താണ്? ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതി ഇനി റോക്കറ്റ് വേഗത്തിൽ കുതിക്കും. പ്രധാനമായും നമ്മുടെ ചെമ്മീൻ കയറ്റുമതിക്കാണ് ഇത് ഗുണം ചെയ്യുക. അമേരിക്കൻ വിപണിയിൽ നമ്മുടെ പ്രധാന എതിരാളികൾ വിയറ്റ്നാമും തായ്ലൻഡുമാണ്. എന്നാൽ പുതിയ ധാരണ പ്രകാരം ഇവരെക്കാൾ കുറഞ്ഞ തീരുവ നിരക്കിൽ, അതായത് വെറും 18% നമുക്ക് അമേരിക്കൻ വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ അയക്കാം. ഇത് ഇന്ത്യൻ വിദേശ നയത്തിന്റെ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ വ്യാപാര നയതന്ത്രത്തിന്റെ വ്യക്തമായ വിജയമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ 2024-25 സാമ്പത്തിക വർഷം നമ്മൾ കണ്ടത് ഒരു റെക്കോർഡ് നേട്ടമായിരുന്നു. $745 കോടി, അതായത് അന്നത്തെ മൂല്യമനുസരിച്ച് 62,000 കോടിയിലധികം രൂപയാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലൂടെ ഇന്ത്യ നേടിയത്. ഇതിൽ സിംഹഭാഗവും ഏകദേശം 35 മുതൽ 38% വരെ പോകുന്നത് അമേരിക്കയിലേക്കാണ്. ഈ മുന്നേറ്റത്തിന് കരുത്തേകാൻ പുതിയ തീരുവളവുകൾക്ക് കഴിയുന്നതോടെ ബ്ലൂ എക്കോണമി എന്ന കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതി കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇവിടെയാണ് കേരളത്തിന്റെ ലോട്ടറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ 14% കേരളത്തിന്റെ വകയാണ്. അതിൽ തന്നെ 34.5% നമ്മുടെ സ്വന്തം ശീതീകരിച്ച ചെമ്മീനും, വിയറ്റ്നാം 20%, തായ്ലൻഡ് 19% തീരുവ നൽകുമ്പോൾ ഇന്ത്യക്ക് ലഭിച്ച ഈ 18% ഇളവ് അന്താരാഷ്ട്ര വിപണിയിൽ നമ്മുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കും. നടപ്പ് സാമ്പത്തിക വർഷം ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ നയതന്ത്ര നീക്കത്തിലൂടെ അടുത്ത വർഷം $300 കോടി എന്ന മാന്ത്രിക സംഖ്യ അമേരിക്കൻ വിപണിയിൽ മാത്രം നമ്മൾ മറികടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കരുത്തേറുന്നു എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണത്. സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ KN രാഘവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ വരും വർഷങ്ങൾ ഇന്ത്യൻ തീരങ്ങൾക്ക് പൊൻതിളക്കമുള്ളതായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.